السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. باب الوقف. വഖഫ് എന്ന് പറഞ്ഞാൽ അറിയില്ലല്ലേ? വഖഫ് ചെയ്യുക, പള്ളിക്ക് വഖഫ് ചെയ്യുക, എത്തിയും കുട്ടികൾക്ക് വഖഫ് ചെയ്യുക, സാധുക്കൾക്ക് വഖഫ് ചെയ്യുക. വഖഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സ്വതഖത്തുൻ ജാരിയത്താണ്. വഖഫത്തുൻ ജാരിയ, സ്വതഖത്തുൻ ജാരിയ, അതായത് ഒരു സാധനത്തിൻ്റെ വരുമാനം ഒരു പാവങ്ങൾക്കോ സാധുക്കൾക്കോ കിട്ടുന്നതിന് വേണ്ടി അത് അല്ലാഹു തആലക്ക് വേണ്ടി മാറ്റി വെക്കുക. അതാർക്കും വിൽക്കാൻ പറ്റില്ല, പിന്നെ ആർക്കും വിൽക്കാൻ പറ്റില്ല. വഖഫ് ചെയ്താർക്കും വിൽക്കാൻ പറ്റില്ല, വഖഫ് ചെയ്യപ്പെട്ട വ്യക്തിക്കോ അവർക്കും വിൽക്കാൻ പറ്റില്ല. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വഖഫ എന്ന് പറഞ്ഞാൽ നിർത്തി എന്നാണ് അർത്ഥം. അതായത് അതിനുള്ള കൈകാര്യങ്ങളും മറ്റുമൊക്കെ നിർത്തി വെക്കേണ്ടി വരും. പിന്നെ അതിലുള്ള മേൽനോട്ടം മാത്രമേ കിട്ടുള്ളൂ, സൃഷ്ടികൾക്കുണ്ടാവുള്ളൂ. ഉടമസ്ഥത അള്ളാഹുവിനാണ്, എല്ലാത്തിൻ്റെ ഉടമസ്ഥത അള്ളാഹുവിന് തന്നെയാണ്. അപ്പോൾ സഹ വഖഫു ഐനിൻ മംലൂക്കത്തിൻ, വാഖിഫിൻ്റെ വഖഫ് ചെയ്യുന്ന ആൾക്കാണ് വാഖിഫ് എന്ന് പറയാം. വഖഫ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് മൗഖൂഫുൻ അലൈഹി എന്നാണ് പറയാം. വഖഫ് ചെയ്യപ്പെടുന്ന വസ്തുവിന് മൗഖൂഫ് എന്നാണ് പറയാം. വാഖിഫ്, മൗഖൂഫ്, മൗഖൂഫുൻ അലൈഹി. അപ്പോൾ വാഖിഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിനെ വഖഫ് ചെയ്യൽ സ്വഹിയാകും. എങ്ങനത്തെ വസ്തു? തുഫീദു, എന്തെങ്കിലും ഉപകാരങ്ങൾ നൽകുന്ന. ഇപ്പോൾ മരം അല്ലെങ്കിൽ ഒരു പറമ്പ്, അതൊരു ഉപകാരം കിട്ടുമല്ലോ. അതുകൊണ്ട് തുഫീദു, എന്തെങ്കിലും ഒരു ഉപകാരങ്ങൾ നൽകുന്ന ഒരു വസ്തു ആയിരിക്കണം. ഇപ്പോൾ ഒരു വാഹനം വഖഫ് ചെയ്യാം. ഏത് നിലക്ക് ഉപകാരം കിട്ടണം? വഹിയ ബാക്കിയത്തിന്, വസ്തു ബാക്കിയായി നിൽക്കെ, വസ്തു ബാക്കിയത്തിന് ബാക്കിയാകുന്ന അവസ്ഥയിൽ ഉപകാരം ചെയ്യണം. ചോറ് വഖഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചോറ് പറഞ്ഞ സാധനം ഉപകാരം എടുക്കുമ്പോൾ സാധനം ബാക്കിയാവില്ലല്ലോ, ചോറ് തീർന്നു പോലെ. അപ്പോൾ വസ്തു വസ്തു നിലനിന്നുകൊണ്ട് അവശേഷിച്ചുകൊണ്ട് നശിക്കാത്ത വിധത്തിൽ ഉപകാരം ചെയ്യുന്ന, എന്തെങ്കിലും ഉപകാരം എടുപ്പിക്കുന്ന, ഉപകാരം നൽകുന്ന ഒരു വസ്തുവിനെ വഖഫ് ചെയ്താൽ സ്വഹീഹ് ആണ്. ഹറാമായ സാധനം ചെയ്യാൻ പറ്റില്ല, വഖഫ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഉപകാരം എടുക്കാൻ പറ്റില്ല. വഖഫിൻ്റെ പദം വഖഫത്തു, സബ്ബൽത്തു, കഥ എന്നതൊക്കെയാണ്. അതുപോലെ പള്ളി വഖഫ് ചെയ്യുമ്പോൾ ജഅൽതു ഹാദാ മസ്ജിദൻ, ഇത് ഞാൻ പള്ളിയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയാം. വഖഫിന് വിൽപ്പനക്കുള്ളതുപോലെ തഅ്ബീദ് ഷർത്താണ്, തൻജീസും ഷർത്താണ്. ഒരു മാസത്തേക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യാൻ പറ്റില്ല. വശുരിത്തലഹു തഅ്ബീദുൻ, വഖഫിന് തഅ്ബീദ് ഷർത്താണ്. വഖഫിന് തഅ്ബീദ് ഷർത്താണ്. അതായത് വഖത്ത് തഅ്ഖീത്ത് എന്ന് പറഞ്ഞാൽ സമയം നിശ്ചയിക്കുക. തഅ്ബീദ് എന്ന് പറഞ്ഞാൽ കാലാകാലവും ആയിരിക്കണം. 10 കൊല്ലത്തേക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല. അബദൻ എന്ന് പറഞ്ഞാൽ കാലാകാലം എന്നല്ലേ. അപ്പോൾ അബദ യുഅബ്ബിദ്, തഅ്ബീദ് ഷർത്താണ്. ഓ തൻജീസുൻ, ഉടനെ നടപ്പാക്കപ്പെടുന്ന വഖഫും ഷർത്താണ്. തഅലീഖ് പറ്റൂല, ബന്ധിപ്പിക്കൽ, നജ്ജസ, ഉടനെ നടപ്പാക്കി. മൂന്നാമത്തെ ഷർത്ത് വയിംകാനു തംലീക്കിൻ, അത് ഉടമയാക്കി കൊടുക്കാൻ സാധിക്കുകയും ചെയ്യണം. ആർക്ക്? മൗഖൂഫ് അലൈഹിക്ക് എന്ത് ചെയ്യണം? ഉടമയാക്കി കൊടുക്കാൻ പറ്റണം. ഏത്? വഖഫ് ചെയ്യപ്പെടുന്ന വസ്തുവിനെ ഉടമയാക്കി കൊടുക്കാൻ പറ്റണം. അപ്പം എല്ലാത്തൊരാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റുമോ? ജനിക്കാൻ പോകുന്ന ഈ നാട്ടിൽ ഇനി ജനിക്കാൻ പോകുന്ന എത്തിയും കുട്ടികൾക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഉടമയാക്കി കൊടുക്കാൻ കഴിയില്ല.
ശരി. അപ്പം സബ്ബൽത്തു വഖഫ്തു രണ്ടും ഒരേ പദം തന്നെ. അപ്പോൾ ഈജാബ് മതി, എന്ത് വേണ്ട? ലാ കബൂലൻ, കബൂല് വേണ്ട. വലൗ മിൻ മുഅയ്യനിൻ, അതൊരു നിശ്ചിത വ്യക്തിക്കാണ് വഖഫ് ചെയ്യുന്നതെങ്കിലും ഈ മൗഖൂഫ് അലൈഹി ചിലപ്പോൾ മുഅയ്യനാകും. സെയ്ദ്, അംറ്, ഇന്ന പള്ളി, ഇന്ന മദ്രസ എന്ന് പറയുന്ന നിർണ്ണയിക്കപ്പെട്ടതാവാം. ചിലപ്പോൾ നിർണ്ണയിക്കപ്പെടാതെ നാട്ടിലെ സാധുക്കൾക്ക് എന്ന് പറയുന്നിടത്ത് അത് മുഅയ്യനല്ലല്ലോ. അങ്ങനെ മുഅയ്യനായ വ്യക്തിക്കാണ് വഖഫ് ചെയ്യുന്നത് എങ്കിൽ പോലും അവിടെ കബൂൽ എന്തില്ല, ഷർത്തിലെ വഖഫ് ചെയ്താൽ മതി. പക്ഷെ റദ്ദ് ചെയ്യരുത്. ഇനി മൗഖൂഫ് അലൈഹി അവസാനിക്കുന്നൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? ഞാൻ സെയ്ദിൻ്റെ യതീം കുട്ടികൾക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ യതീം കുട്ടികൾ എല്ലാവരും യതീം കുട്ടികളല്ലാതെയായി മാറി. ഇതിന് മുൻഖത്യാവും ആഖിരിൻ എന്നാണ് പറയുക. അവസാനം മുറിഞ്ഞു. അല്ലെങ്കിൽ അവൻ്റെ കുട്ടികൾക്കും പിന്നെ അവൻ്റെ കുട്ടികൾക്കും, അല്ലെങ്കിൽ ഈ നാട്ടിൽ ആരൊക്കെ യതീം കുട്ടികളുണ്ടാവുന്ന അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനം മുറിയില്ല. നാട്ടിലെ പള്ളി ദർസക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിലെ പള്ളി ദർസ് എന്തായി? ഇല്ലാതെയായി. എന്ത് ചെയ്യും? നാട്ടിലെ പള്ളി തന്നെ പൊളിഞ്ഞു പോയി. വലവ് ഇൻഖറള, മൗഖൂഫ് അലൈഹി തീർന്നു പോയാൽ, ഫി മുൻഖത്യി ആഖിരിൻ, അവസാനം മുറിഞ്ഞു പോകുന്ന ഒരു വഖഫിൻ്റെ രൂപത്തിൽ. ഉദാഹരണം, എൻ്റെ മക്കൾക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ആരെയും പറഞ്ഞില്ല. സെയ്ദിനും സെയ്ദിൻ്റെ കുട്ടിയേക്കും തന്നെ അവസാനം മുറിഞ്ഞു പോയി. അപ്പോൾ അവസാനം ആഖിർ, അവസാനം മുറിഞ്ഞു പോകുന്ന ഒരു രൂപത്തിൽ മൗഖൂഫ് അലൈഹി എന്ത് ചെയ്തു? അവസാനിച്ചാൽ എന്തു ചെയ്യും? ഫമസ്രിഫുഹു, പിന്നെ അതിന് വിനിയോഗിക്കപ്പെടേണ്ടത് അൽ അഖ്റബു ഇലൽ വാഖിഫി, വഖഫ് ചെയ്ത ആളിലെ ഏറ്റവും അടുത്ത കുടുംബക്കാരിലേക്കാണ്. പിന്നെ അത് തിരിക്കപ്പെടേണ്ടത് അൽ അഖ്റബു ഇലൽ വാഖിഫി, വഖഫ് ചെയ്ത വ്യക്തിയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരിലേക്കാണ് തിരിക്കപ്പെടേണ്ടത്. അതോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കണം. ഇനി അത് കുറച്ച് വിശദീകരണമുള്ള ഒരു സംഭവമാണ്. മുഖത്യ ആഖിർ. ഇനി വഖഫിൽ എന്തെങ്കിലുമൊക്കെ ഷർത്ത് വെക്കാൻ പറ്റും. അത് വാടക കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വാടക കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് വാടക കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ദർസിന് വഖഫ് ചെയ്യുമ്പോൾ ഷർത്ത് വെക്കാതെ ഭക്ഷണത്തേക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഷർത്ത് വെച്ചാൽ വലവും ഷറത്ത ഷെയ്അൻ, വാഖിഫ് എന്തെങ്കിലും ഒരു നല്ല ഒരു ഷർത്ത് വെച്ചാൽ ഉത്തുബിയ, ആ ഷർത്തിനെ പാലിക്കപ്പെടേണ്ടതാണ്, ആ ഷർത്തിനെ ഇത്തിബായ് ചെയ്യപ്പെടേണ്ടതാണ്, ആ ഷർത്തിനെ ഇത്തിബായ് ചെയ്യപ്പെടേണ്ടതാണ്. ഇനി അടുത്ത മത്തിന് മൗഖൂഫ് അലൈഹിക്ക് വരുമാനമാണ് കിട്ടുക. സാധനം വിൽക്കാനൊന്നും പറ്റില്ല. വലി മൗഖൂഫിൻ അലൈഹി, മൗഖൂഫ് അലൈഹിക്ക് എന്ത് കിട്ടും? വരുമാനമാണ് കിട്ടുക. അടുത്തത് വലാ യുബാഉ മൗഖൂഫുൻ, ഒരു വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിനെയും വിൽക്കപ്പെടാൻ പാടില്ല. വൈൻ ഖരീബ, അത് ഖറാബായാൽ പോലും. അപ്പോൾ ഒരു പള്ളി വഖഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ ആ പള്ളി ഖറാബായാൽ സാധനം എടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പിന്നെ അത് വഖഫ് ചെയ്താണ് ഉടമസ്ഥതയ്ക്ക് വരുമോ? അതുമില്ല. ഒരു മരം ഉണങ്ങിയാൽ വഖഫ് ബാത്തിലാവില്ല.
വെക്കാൻ പറ്റില്ല, വേറെ കൊടുക്കാനും പറ്റില്ല. വലു ഷറത്ത വാഖിഫുൻ നദർ. ഇനി വഖഫ് സ്വത്തിൻ്റെ മേൽനോട്ടം ആർക്കാണ് എന്നാ ചോദ്യം. വഖഫ് സ്വത്തിൻ്റെ മേൽനോട്ടം ആർക്കാണ് എന്ന് വഖഫ് ചെയ്യുന്ന ആൾ ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കാണ്, അതല്ലെങ്കിൽ പിന്നെ ഖാദിക്കാണ്. വലു ഷറത്ത വാഖിഫുൻ, വാഖിഫ് നിബന്ധന വെച്ചു, നദറൻ ലഹു, അതിൻ്റെ മേൽനോട്ടം അവനാണ് എന്ന്, ഔലി ഗൈരിഹി, അല്ലെങ്കിൽ വേറൊരാൾക്കാണ് എന്ന് വഖഫ് ചെയ്തു. ഇതിൻ്റെ മേൽനോട്ടം എൻ്റെ മക്കൾക്കായിരിക്കും എന്നറിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ കാരണവർക്കായിരിക്കും എന്നറിഞ്ഞു, അല്ലെങ്കിൽ കമ്മിറ്റിക്കായിരിക്കും എന്നറിഞ്ഞു. ഇങ്ങനെ വാഖിഫ് അതിൻ്റെ മേൽനോട്ടം നിബന്ധന വെച്ചു, ലഹു അവനോ ഔലി ഗൈരിഹി, അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ, ഉത്തുബി, ആ നിബന്ധനയും പാലിക്കപ്പെടേണ്ടതാണ്, പിൻപറ്റപ്പെടേണ്ടതാണ്. ഇല്ല, അങ്ങനെ ആർക്കും ഷർത്ത് വെച്ചിട്ടില്ല, പള്ളിക്കാട് വഖഫ് ചെയ്തു അവനോട് പോയി എന്നാൽ ഫഹു അലി ഖാദിൻ, അത് ഖാദിക്കാകുന്നു. അലൽ മദ്ഹബി, മദ്ഹബ് പ്രകാരം അത് ഖാദിക്കാകുന്നു. മദ്ഹബ് പറഞ്ഞാൽ പ്രബലമായ പ്രായത്തിൽ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.